സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ്, അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് ഗ്രാനൈറ്റിൽ ഏട്ടൻ്റെ രൂപമാണ്. ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ വെച്ചതാണ്. അവരുടെ സ്പോൺസറിംഗ് ആണ് സസ്നേഹം. രേണു സുധിയുമായി റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്ത ഇന്നലത്തെ വീഡിയോയിൽ എനിക്കൊരു പിഴവ് സംഭവിച്ചു. ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങനെ തരിക. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ എൻ്റെ വായിൽ നിന്ന് വീണ ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഫ്ലവേഴ്സ് ചാനലാണ് ഈ ഒരു രേണുവിന് സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിൽ ആ ഒരു വീട് വെച്ച് കൊടുത്തത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാനത് പറയാനുള്ളൊരു കാരണം, ഏകദേശം നമ്മുടെ സുധിച്ചേട്ടൻ മരിക്കുന്ന ആ സമയത്ത് ഫ്ലവേഴ്സ് ചാനലാണ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് എന്നൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സമയത്തൊന്നും എനിക്ക് ഈ ചാനലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് ഈ വാർത്ത ഫോളോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ദുബായിലായിരുന്നു. ഞാൻ അവിടെ വേറൊരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വാർത്തയുടെ പുറകെ പോയിട്ടില്ല. എന്നെപ്പോലെ അതറിയാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് എൻ്റെ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൂടാതെ എനിക്ക് ആ തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ. അവരോട് എല്ലാവരോടും ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു, രേണുവിനോടും ഒരു ചെറിയ ക്ഷമ. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനൊരു വാർത്തയാണ് ആദ്യമേ കേട്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ആ തെറ്റ് പറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഒന്ന് കുറച്ച് പഴയുള്ള വീഡിയോസൊക്കെ ഒന്ന് തപ്പിയെടുത്തപ്പോൾ രേണുവിൻ്റെ ഒരു ഹോം ടൂർ കാണാനിടയായി. ആ ഹോം ടൂർ എൻ്റെ പൊന്നെ, രേണു എങ്ങനെ പറ്റുന്നു? രേണുവിന് ഞാൻ ആ വീഡിയോ ക്ലിപ്പിൻ്റെ കുറച്ച് പോർഷൻസ്, ആ ഒരു ഞാൻ കണ്ട വീഡിയോയുടെ കുറച്ച് പോർഷൻസ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഡാനി സത്യനോട് ഈ രേണുവിൻ്റെ ചേട്ടനല്ല, രേണു നമ്മുടെ സുധിച്ചേട്ടൻ്റെ ചേട്ടനുമായിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാം. അത് ഡാനി സത്യനോട് ഒരാൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഫസ്റ്റ് നമുക്ക് രേണുവിൻ്റെ, ഞാൻ ഇന്നലെ കണ്ട എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ കാരണം ആ ഒരു വീഡിയോ. പക്ഷേ എൻ്റെ തെറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല, മറിച്ച് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടോണേ. നമ്മുടെ വീടിൻ്റെ പേര് സുധിലയം എന്നാണ്. ഇതാണ്ട് കേരള ഹോം ഡിസൈൻ KHDC. നമുക്ക് സുധിലയത്തിലേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോറ് മെറ്റലിൻ്റെ കഥ കാണാം. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് കഴിഞ്ഞൊരു ലിവിങ് ഏരിയ ആണ്. വളരെ മനോഹരമായുള്ള ലിവിങ് ഏരിയ, അത്യാവശ്യം കാറ്റും വെളിച്ചം എല്ലാം കിട്ടുന്ന നല്ല അടിപൊളിയൊരു ലിവിങ് ഏരിയ. അതുപോലെ കോർണർ സെറ്റിയൊക്കെ എല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇവിടെ TV, ടീപ്പോ എല്ലാം. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. അപ്പം എല്ലാം പ്യുവർ വൈറ്റിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം. അപ്പോൾ അതിനെ മനോഹരമാക്കാൻ ഒരു ഹൈലൈറ്റർ എന്ന ഒരു മനോഹരമായ ഒരു ടെക്സ്ചറാണിത്. അതുപോലെ ഇവിടെ വാഷ് ഏരിയ ആണ്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ വളരെ മനോഹരമായിട്ടാണ് അല്ലേ രേണു അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് രേണു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ ചോർച്ചയുണ്ട്, അതുണ്ട്, ഒരു വീടാകുമ്പോൾ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പം 2-3 വർഷത്തിന് ചോർച്ച വരുമോ അതെനിക്കറിയില്ല, പക്ഷേ തൂവാനം അടിച്ച് കയറുന്നത് അങ്ങനെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ വീടിന്. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ രേണു അത് നിങ്ങൾ മാറ്റുകയാണ് വേണ്ടത്, ഇല്ലെങ്കിൽ വളരെ പേഴ്സണലി അവരെ വിളിച്ച് പറയുകയാണ് വേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത്രയും വളരെ മനോഹരമായി ചെയ്തു തന്ന വീട് എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വീടിനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ചെയ്തു തന്ന വീട് കൊള്ളില്ല എന്ന് പറയുന്നത് തെറ്റാണ് രേണു. അല്ലെങ്കിൽ അവിടെ ചോർച്ചയുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ആ വീടുണ്ടാക്കി തന്നവരെ വിളിച്ച് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഒന്നും നിങ്ങൾ സത്യം പറഞ്ഞാൽ വീടിന് വേണ്ടി മുടക്കിയിട്ടില്ലല്ലോ. ഇപ്പം അത്യാവശ്യം ഷോർട്ട് ഫിലിമും സിനിമയൊക്കെ ഇന്നലെ റിലീസായിട്ടുണ്ട് എന്തൊക്കെയോ. ഇതിനകത്തുനിന്നൊക്കെ കിട്ടുന്ന വെച്ചൊന്നും ചെയ്താൽ പോരെ? ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലല്ലോ ആ വീട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ആ മൂത്ത മകൻ്റെ കിച്ചുവിൻ്റെ ആ ഒരു വ്ളോഗിൽ കണ്ടതാണ്. അത്യാവശ്യം നല്ല വീടൊക്കെ തന്നെയാണത്. അവിടുത്തെ കുറച്ച് വൃത്തിഹീനത അത് നിങ്ങൾ നോക്കേണ്ടതാ, അത് നിങ്ങളാണ് നോക്കേണ്ടത്, അത് വീട് വെച്ച് തന്നവരല്ല നോക്കേണ്ടത്. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് ഗ്രാനൈറ്റിൽ ഏട്ടൻ്റെ രൂപമാണ്. ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ വെച്ചതാണ്. അവരുടെ സ്പോൺസറിംഗ് ആണ് സസ്നേഹം KFTU. അപ്പോൾ അത്രയും എന്താ പറയുക,
ഒന്നും പറയാനില്ല, ഇമോഷണലായി പോയി ഏട്ടനെ കണ്ടപ്പോൾ. ഒരു നല്ലൊരു മനോഹരമായ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. സ്പോൺസറിങ് ആണ് ഇതൊക്കെ, പേര് പോലും നമുക്കറിയത്തില്ല. അപ്പം അത്രയും ആൾക്കാർ, എത്രയോ പേര് സൂചിച്ചാനെ സ്നേഹിക്കുന്നെന്നുള്ളതിൻ്റെ തെളിവാണ് സത്യം പറഞ്ഞാൽ ഈ വീടും ഇതിൻ്റെ ഉള്ളിൽ വന്ന് കാണുന്ന കാര്യങ്ങളും എല്ലാം. ഇതൊക്കെ രേണുവിന് അറിയാം അല്ലേ? ഇതൊക്കെ രേണുവിന് അറിയാം. അവിടെ ഗ്രാനൈറ്റിൽ തീർത്ത ഒരു ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ട്. രേണു സത്യം പറഞ്ഞാൽ ഇന്നലെ രേണുവിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, രേണു ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ഇത് കേൾക്കുന്ന ആ വീടിൻ്റെ പുറകിൽ പണിയെടുത്ത എല്ലാവർക്കും ഒരുപാട് സങ്കടം വരും. അവരുടെ എല്ലാവരും കഷ്ടപ്പാടാണ്. ഒരുപാട് പേര് പൈസ എടുക്കാതെ അവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ആ വാക്കുകൾ ഹേർട്ടാവും. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് രേണുവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. രേണുവിൻ്റെ നാക്ക്, അതാണ് രേണുവിന് തന്നെ വിനയായിട്ട് മാറുന്നത്. ഇൻ്റർവ്യൂകളിലും ഈ ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുക്കുന്ന ബൈറ്റിലും ഒക്കെ തോന്നിയ വാസം വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, മറ്റുള്ളവർക്ക് അത് കൊള്ളുമോ എന്ന്. മറ്റുള്ളവർക്ക് അത് ഹേർട്ടാകുമ്പോൾ നാട്ടുകാർ ഒന്നിച്ചിരിക്കും, നിങ്ങളെ പൂരപ്പാട്ട് പാടും. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്നവർ തെറ്റുകാർ എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു ശൈലിയും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഇതൊരു ബെഡ്റൂം ആണേ. ഇവിടെ വെട്ടമൊക്കെ നന്നായിട്ട് കയറും, അതുപോലെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. 3 ബെഡ്റൂമുണ്ട്. ഇതൊരു ബെഡ്റൂം. അതുപോലെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത്. നമുക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമുള്ള മനോഹരമാണ് വീട്. ഈ സ്വപ്നം കാണാവുന്നതിലും അപ്പുറം നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു അഹങ്കാരം വരും. അതാണോ ഇവിടെ രേണുവിന് പറ്റിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ക്വാളിറ്റി ഈ ഒരു വാക്ക് പറയുന്നുണ്ട്. എങ്ങനെ എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് രേണു ഇതൊക്കെ തന്നവരെ കുറ്റം പറയുന്ന രീതിയിൽ ആ വീട്ടിൽ ചോർച്ചയുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു വ്യക്തി വന്നിട്ട് ഫിറോസിക്ക പുള്ളി പറയുന്ന കാര്യങ്ങൾ. ആ വീട്ടിൽ ചോർച്ചയൊന്നുമില്ല, ആകെ ഉള്ളത് ഇതാണ്. അത് അവരോട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു ഗ്ലാസ് മേടിച്ചിടാൻ. എന്നിട്ടും പക്ഷേ എനിക്ക് അപ്പോഴൊരു സംശയം തോന്നി, അങ്ങനെ 2 വർഷം കൊണ്ട് വെച്ചു കൊടുത്തൊരു വീട്ടിൽ ഈ തൂവാരമൊക്കെ അടിച്ച് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന, ഇപ്പം ഞാനാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു വലിയ മഴയും കാറ്റും ഒക്കെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിലും വലിയ മഴയും കാറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട്. പക്ഷേ 10 വർഷത്തിന് ഇപ്പുറമാണ്. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ബാക്കി കാണാം. ഇതൊരു കോമൺ ബാത്റൂമാണ്, നമ്മുടെ ഹോളിനോട് ചേർന്നൊരു ബാത്റൂം. ദെൻ ഇവിടെ ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാം ബെഡും. ഇതൊക്കെ ഓരോ സ്പോൺസറിങ് ആയിട്ടോ. ഈ ബെഡും ഇതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആരാണെന്ന് പോലും അറിയില്ല. സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഇത് സ്പോൺസറിങ് ഒക്കെ ചെയ്തേക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും താങ്ക്സ്. ഇത് 3ാമത്തെ ബെഡ്റൂം. നമുക്ക് എല്ലാവർക്കും ഉള്ള ബെഡ്റൂം, മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. ഇതും 3ാമത്തെ ഒരു മനോഹരമായ ബെഡ്റൂം. അതുപോലെ തന്നെ കണ്ട ബെഡും എല്ലാം, അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം. തുറന്നു നോക്കാം. ഡൈനിങ് ഏരിയ കഴിഞ്ഞ് നേരെ നമ്മുടെ കിച്ചണിലോട്ടാണ് വരുന്നത്. നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു എന്താ പറയുക, മെയിൻ വിളക്കാണ് കിച്ചൺ ഗേൾസിനെ സംബന്ധിച്ച്. അപ്പം മനോഹരമായ കിച്ചൺ, അതുപോലെ കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് ഇവിടെ എല്ലാം തുറന്നു. ഇത് കണ്ട എല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നൊരു ഡോർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്റ്റൗ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ആ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ കിച്ചണൊക്കെ എന്ത് രസമാണ് കിച്ചണൊക്കെ കാണാൻ. ഇത്രയൊക്കെ ചെയ്ത് തന്നതിനകത്ത് ഞാൻ ഈ വീട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അകഭാഗമൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന, എനിക്കൊന്ന് 1.5-2 വർഷത്തിന് മുന്നേ എന്തോ വന്ന വീഡിയോ ആണ്. നമ്മൾ ആ സമയത്ത് ഈ രേണു സുധിയും കൊല്ലം സുധിയും ഒന്നും അധികം അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. ഈ ഒരു ആക്സിഡന്റ് നടന്നാൽ പുള്ളി മരിച്ചതേ അറിഞ്ഞിട്ടുള്ളൂ. പുള്ളി ഫ്ലവേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് അവർ വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ആദ്യമേ കേട്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ നമ്മൾ വാർത്തകളൊക്കെ ഫോളോ ചെയ്തേനെ, ഇല്ലായിരുന്നു. ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പോയി ഇപ്പോഴെങ്കിലും ഞാൻ പോയി തപ്പാൻ പോയത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ലിറ്ററലി രേണു ഇന്നലെ ഒരു നിമിഷമെങ്കിലും ആ വ്യക്തിയാക്കി, ഇപ്പോൾ ഈ ഫിറോസ് എന്ന് പറയുന്ന ആളെ നമ്മളൊന്ന് സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ തെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനങ്ങനെ പുള്ളിയെ എനിക്ക് സംശയമാണ്, പുള്ളി ചെയ്തു കൊടുത്തിട്ടില്ല എന്നും ഞാനെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോഴും പറഞ്ഞല്ലോ, ഒരു 2 വർഷം കൊണ്ടൊക്കെ ഒരു വീട്ടിൽ ചെറിയൊരു ചോർച്ചയാണെങ്കിലും തൂവാനാണെങ്കിലും അടിച്ച് കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീട് പണിയുമ്പോഴേ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത്രയും ചെയ്ത് കൊടുത്തല്ലോ. അതറിയുമ്പോഴാണ്, ആ കിച്ചണൊക്കെ കാണുമ്പോഴാണ് ഇത്രയും ചെയ്ത് കൊടുത്തു. ഗ്യാസ് സ്റ്റൗ വരെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് രേണു വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് വളരെ മോശമാണ്. രേണു തന്നെ പരസ്യമായിട്ട് അതിന് മാപ്പ് പറയണം.
രേണു ഇനിയും അടുത്ത കോൺട്രവേഴ്സിയാണിത്. ഇനി ഇതിനുള്ള ഒരു മറുപടിയായിട്ട് രേണു വരും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഉറപ്പായിട്ടും. അപ്പോഴത്തേക്ക് അടുത്തതാണ്. ഇതൊരിക്കലും നിൽക്കില്ല എന്നാ തോന്നുന്നത്. അതൊന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതിന്റെ രേണു ഒരു മറുപടി അല്ലെങ്കിൽ ഒരു എന്താണ് ഇതിന് ഈ ചെയ്ത തെറ്റിനൊരു മാപ്പ് പറയുമെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം തന്നു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും വീണ്ടും അടുത്ത കോൺട്രവേഴ്സി വരും. അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കോൺട്രവേഴ്സി. മറ്റേ പുട്ടുണ്ടാക്കുന്നതാണൊക്കെ സമ്മതിക്കണം എന്താണെങ്കിലും. ഇനി നമുക്ക് ഡാനിയുടെ ചാനലിൽ വന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് നിങ്ങളെ കുറച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ഭർത്താവ് സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ്, അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അളക്കരുത്, അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവർ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു. അവൾ ഒരുത്തിയാണ് ഈ സുധിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവൾ കാണിച്ചു കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത്, അവളായി അവളുടെ ജീവിതമായി അവിടെ പാടായി, നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇവൾ കാണിക്കുന്ന മുഴുവൻ പട്ടി ഷോ. പക്ഷേങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ 2 പിള്ളേരാണ്. ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല. കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല. ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക. നാണം കെട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ. അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം. വേണേ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറേ തെളിവും കൊണ്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ആ കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും. ആരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ കള്ളം പറഞ്ഞാന്ന് വിളിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ ഇവള് പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ്. ഇവള് ഒതുങ്ങി ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ മതി. ഒരു 3.5 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പാണ്. ഇത്രയും നിങ്ങൾ കേട്ടാൽ മതി. കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഇതിനകത്ത് രേണുവിൻ്റെ കുടുംബത്തിനെ പറ്റിയൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഇനി രേണു നാളെ എവിടെയെങ്കിലും വന്നിട്ട് പറയും എൻ്റെ കുടുംബത്തെ, രേണുവിൻ്റെ കുടുംബത്തെ അല്ല, സുധിച്ചേട്ടൻ്റെ ചേട്ടനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. കേട്ടല്ലോ. അവരൊന്നും ഇതിനായിട്ടും ആരോടൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, സുധിയുടെ ഫാമിലിയൊന്നും. ചിലപ്പം പറയാത്തതിൻ്റെ കാരണം ഇതായിരിക്കും. രേണുവിൻ്റെ ലൈഫായിട്ട് പോട്ടെ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. രേണു പിന്നെ കുട്ടികളെ നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഇളയ പുത്രനെ ഒന്ന് നോക്കാനായിട്ട് രേണു അഭിനയത്തിൻ്റെ പുറകെ പോവാണ്. അവർക്ക് ജീവിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റാൾക്കാരെ ഹേർട്ട് ചെയ്ത് നാട്ടുകാരെ പൊട്ടനാക്കാൻ നോക്കുമ്പോൾ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യും. അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായം. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.